പെരുവന മാറാട്ടുപുഴ പൂരം. പൂരത്തിൻ്റെ താളം പഞ്ചാരിയുടെ താളമാണോ പാണ്ടിയുടെ താളമാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ നമുക്ക് അധികം ഓർമ്മ വരുന്നത് ഈ ഒരു താളമാണ്. ഒറ്റച്ചണ്ടയിൽ ആനകൾ രാത്രികാലങ്ങളിൽ തിടമ്പുമായി പൂരത്തിന് പോകുമ്പോൾ ഒറ്റച്ചണ്ടയുടെ ശബ്ദം, ആനയുടെ മണികിളിക്കത്തിൻ്റെ ശബ്ദം, തൈക്കാട്ടുശ്ശേരി ഭഗവതി പിടിക്കപ്പറമ്പിലേക്ക് പോകുന്ന കാഴ്ചയാണ്. എല്ലാവരും ഇങ്ങനെയാണ് പോകുന്നത് എന്നല്ല, പക്ഷേ തൈക്കാട്ടുശ്ശേരി ഭഗവതിയെ പോലെ നിരവധി ഭഗവതിമാരും ശാസ്താവന്മാരും ഇങ്ങനെ ഒറ്റച്ചണ്ടയുടെ കുത്തുവിളക്കിൻ്റെയും വെളിച്ചത്തിൽ പോകുന്നു. അതെ, ഇതാണ് പൂരത്തിൻ്റെ കാഴ്ചയിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു യാത്രയുടെ കാഴ്ച. നമുക്ക് പിടിക്കപ്പറമ്പിലേക്ക് പോകാം. ഏതാണ്ട് 9:30 ആയതുകൊണ്ട് തന്നെ ചേർപ്പ് ഭഗവതിയുടെ ആറാട്ട് അവസാനിക്കുന്നു. പൂജയാണ്. അപ്പുറത്തെ കടവിൽ, ഇത് അമ്പലക്കുളത്തിൻ്റെ ഇപ്പുറത്തെ കടവിലാണ്, റോഡ് സൈഡുള്ള കടവാണ്. തൊട്ടപ്പുറത്തെ കടവിൽ ഊരകത്തമ്മയുടെ ആറാട്ട് കഴിഞ്ഞു, ഉള്ളിലേക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും ഏതാണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അവിടെ പോവാം. അമ്പലക്കുളം പിടിക്കപ്പറമ്പ് ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രം സാന്നിധ്യമാണ് ഉണ്ടാവുള്ളൂ. അവിടെ ഭഗവതിമാരും ശാസ്താവന്മാരും വന്നു പോവുകയാണ് പതിവ്. അതെ, തൃക്കൂരമ്പലത്തിലൊക്കെ വന്നു പോണ പോലെ. നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം. വലിയ ക്ഷേത്രക്കുളമുള്ള പുരാതനമായ ക്ഷേത്രമാണ് പിടിക്കപ്പറമ്പ് ക്ഷേത്രം. ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാത്ത അവസരത്തിൽ ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് ഉള്ളിൽ ഒന്ന് കയറാനുള്ള അവസരമുണ്ട്. ഊരകത്തമ്മ തിരുവടി മണ്ഡപത്തിലുണ്ടാവും എന്നാണ് അറിഞ്ഞത്. ആര്യൻ തിരുമേനി ആയിരിക്കും അവിടെ പൂജിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം ഉള്ളിൽ കയറിയിട്ട്. അതെ, ഇതാണ് ആ മനോഹരമായ കാഴ്ച. മണ്ഡപത്തിനുള്ളിൽ ഇറക്കി എഴുന്നള്ളിച്ചിട്ടുണ്ട് ദേവീദേവന്മാരെ. അതിനുശേഷം നമുക്കിനി ഇവിടുത്തെ കഥകൾ എന്താണ് എന്നുള്ളത് ചോദിക്കാം. ഞാൻ അരവിന്ദാക്ഷൻ, ഇവിടെ അമ്പല സമിതിയുടെ ഭാരവാഹിയാണ്. ഈ 1440 പൂരാണ്. തിരുവന മാറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പറമ്പ് പൂരമാണ് ഇവിടെ നടക്കുന്നത്. അതിന് മുന്നോടിയായി നടക്കുന്ന ചേർപ്പ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഇവിടെ വന്നു. ആറാട്ട് കഴിഞ്ഞ് അമ്പലത്തിനകത്ത് ഇറക്കി എഴുന്നള്ളിച്ചിട്ട് ഊരകത്തിൻ്റെ ആറാട്ട് കഴിഞ്ഞ് മണ്ഡപത്തിൽ ശിവന് അഭിമുഖമായിട്ടാണ് ഇറക്കി എഴുന്നള്ളിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ അത് പാർവതി സങ്കല്പമായിട്ടാണ് ഈ ദേവിയെ കാണുന്നത്. അതിനുശേഷം ചാത്തക്കുട ചാത്തവയ്ക്കുമ്പോൾ ചാത്തക്കുടത്തു നിന്ന് വലിയ പാണികൊട്ടി, അതായത് വലിയൊരു പൂരത്തിൻ്റെ ചടങ്ങാണത്. 2003 തൊട്ടാണ് ഈ പൂരം ഇവിടെ തുടങ്ങിയത്. അതിനു മുമ്പ് വെറും ഒരു ചടങ്ങ് മാത്രമായിട്ട് രാത്രി 1 മണിക്കൊക്കെ ഒരു ആനപ്പുറത്ത് വലിയ പാണികൊട്ടി വന്ന് 1 മണിക്കൊക്കെ ഇവിടെ നാളികേരം കൊട്ടി പോകുന്നൊരു ചടങ്ങ് മാത്രമായിട്ട് നടന്നിരുന്നത്. 2003 തൊട്ട് അത് ഞാനും ഉണ്ണികൃഷ്ണനൊക്കെ സെൻട്രൽ കമ്മിറ്റിയിലുണ്ടായിരുന്ന കാലത്ത് അതൊരു ആഘോഷമാക്കി നടത്താൻ തീരുമാനിക്കുകയും അന്ന് 5000 രൂപയാണ് നമുക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് സഹായം കിട്ടിയത്. 3 ആനയ്ക്ക് പൂരം വെച്ചിട്ടുണ്ട് തുടങ്ങിയത്. അത് വളരെ നന്നായി. 2007 1425 വർഷം പ്രതീകാത്മകമായിട്ട് 25 ആനയ്ക്ക് പൂരം ഇവിടെ നടത്തി. അതിനുശേഷം പിന്നെ 7 ആനയ്ക്ക് പകരം 9 ആനയായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് ഇതിപ്പോൾ 20ാമത്തെ വർഷമാണ് ഈ പൂരം ഇവിടെ ഈ രീതിയിൽ നടന്നു പോകുന്നത്. ആദ്യമായിട്ട് ഇവിടെ ഇന്ന് കാലത്ത് പിഷാരിക്ക ഭഗവതിയുടെ ആറാട്ടാണ്. അതിനുശേഷമാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്.
9:30 10 മണിയോട് കൂടി ഇവിടെ പൂരം തുടങ്ങും. ഒരു രാത്രി 1 മണി വരെ ഇവിടെ മേളം, പഞ്ചാരി മേളം കുട്ടേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നു. അതിഗംഭീരമായ പഞ്ചാരി മേളം. പെരുവനം പൂരത്തിന് ശേഷം ഈ ഒരു ദിവസം മാത്രമായിരുന്നു 20 കൊല്ലം മുമ്പ് വരെ ഒഴിവുള്ളൊരു ദിവസം എല്ലാവർക്കും. ആ ഒഴിവുകൂടി നികത്തിക്കൊണ്ട് ഞങ്ങളിവിടെ പൂരം സംഘടിപ്പിക്കുകയും വാദ്യ ആസ്വാദകർക്ക് അത് വളരെ ഒരു നല്ല രീതിയിൽ ആസ്വദിക്കാൻ ഒരു സമയം കുറേ വൈകുന്നുണ്ട് എന്നുള്ളൊരു, അത് ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടേ ഊരത്തമ്മതിലൂടെ അവിടെ നിന്ന് പോന്നിട്ടേ ചാത്തോളം ശാസ്താവിന് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരാൻ പാടില്ല. ഇവർ തമ്മിൽ കാണാൻ പാടില്ല. അതാണ് ആ ചടങ്ങിൻ്റെ വിശേഷം. അതുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്. ഇതിന് ശേഷം നാളെ മേളം കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്ക് ശാസ്താവ്, ചാത്തോളം ശാസ്താവ് ക്ഷേത്രം ബലം വെച്ച് പൂരപ്പാടത്ത് നിന്ന് നിലപാടുതറയിൽ നിന്നുകൊണ്ട് തിരുവനം ഇരട്ടപ്പനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നാളേരം മുടച്ച് 3 വട്ടം ഉപചാരം ചൊല്ലി തിരിച്ച് ക്ഷേത്രത്തിൽ വന്ന് ഇവിടുത്തെ തെടുപ്പള്ളിയിലാണ് ഇറക്കി എഴുന്നള്ളിക്കുന്നത്. കാരണം ഇവിടുത്തെ മഹാദേവൻ്റെ പുത്രനാണ് ഇദ്ദേഹം എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ വരുമ്പോൾ അടുക്കളയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ഉപ്പുമാങ്ങ കൂട്ടിയിട്ടുള്ള ഒരു നിവേദ്യമാണ് ഈ ദിവസം രാത്രി ഇവിടെ ശാസ്താവിനുള്ളത്. ഈ ശാസ്താവിൻ്റെ നേദ്യം ചെയ്യുന്നത് ചാത്തോക്കുടം അമ്പലത്തിലത്തെ മേൽശാന്തിയാണ്. ആ ഒരു പ്രത്യേക ഇവിടുത്തെയല്ല. അങ്ങനെ അതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഈ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ കഴിയാണ്. നാളെ കാലത്ത് ഇതേപോലെ തന്നെ പൂരത്തമ്മതിലൂടി ചാത്തക്കുടത്തുനിന്ന് എഴുന്നള്ളിച്ച് പറയൊക്കെ എടുത്ത് ഇവിടെ എത്തുകയും പൂരപ്പാടത്ത് നിലപാട് നിൽക്കുന്ന ചാത്തകുടം ശാസ്താവിനെ ഉപചാരം ചൊല്ലി 7 കണ്ടം കടത്തി. ആ ഒരു സങ്കല്പമാണ് 7 കണ്ടം കടത്തി. ആങ്ങളെയും പെങ്ങളും സങ്കല്പമാണ് ഇവിടെ ചാത്തകുടം ശാസ്താവും ഇവിടെ എത്തുന്നത്. 7 കണ്ടം കടത്തി വിടുന്നു. അതിന് മുമ്പ് തന്നെ ചേർപ്പ് പകുതിയെ ചാത്തകുടം ശാസ്താവ് മുമ്പേ വിടുന്നുണ്ട്. അതൊക്കെ ഒരു ചടങ്ങിൻ്റെ ഭാഗം മാത്രം. അതിന് ശേഷമാണ് പ്രധാനപ്പെട്ട ചടങ്ങായ ആനയോട്ടം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇന്നത്തെ രീതിയിൽ പൂരം നടക്കുന്നതിന് മുമ്പ് 1940 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 28 ദിവസത്തെ പെരുവനം ഉത്സവമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ ഉത്സവത്തിൻ്റെ സമാപനമായിട്ട് പള്ളിവേട്ട, ആ പള്ളിവേട്ടയാണ് ഇവിടെ ആദിപെരുവനം ക്ഷേത്രം എന്ന് സങ്കല്പിക്കുന്ന പിടിക്കപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ ഈ പൂരപ്പാടത്ത് നടക്കുന്നത്. പള്ളിവേട്ടയാണ്. ദേവീദേവന്മാർ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആനകളാണ്. നമ്മളെ ഗുരുവായൂരത്തെ പോലെ ആനകൾ മാത്രമല്ല, ദേവീദേവന്മാരുടെ തിടമ്പുകൾ വഹിച്ചുകൊണ്ടുള്ള തിരുമേനിയും വാരും എല്ലാവരും കൂടിയിട്ടാണ് ആ ആനോട്ട ചടങ്ങിൽ. അതൊരു ചടങ്ങാണത്. അതൊരു ആഘോഷമല്ല. അത് പല കാലഘട്ടത്തിലും നമുക്കത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തടസ്സപ്പെടാൻ നോക്കിയിട്ടുണ്ട്. അത് നമ്മളത് മനസ്സിലാക്കി, അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതൊരു ചടങ്ങാണ്, അത് തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമ്മതിക്കുകയും ചെയ്തു. ആ ചടങ്ങ് ഇന്നും നിർവിഘ്നം തുടർന്നു പോകുന്നു. സുധ ഇവിടെ തന്നെ പിടിക്കമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭക്ത, ദേവസ്വം ബോർഡ് മെമ്പർ എം.ജി. നാരായണൻ, അതുപോലെ ദേവസ്വം ഓഫീസർ അനിൽകുമാർ, പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ഭക്തനാണ് രതീഷ്. എല്ലാം മറന്നേക്കും പുതിയ ഒരു വെളിച്ചത്തിലേക്കുള്ള മുന്നേറ്റം പോലെയാണ് ഏത് ക്ഷേത്രങ്ങൾ ചെല്ലുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോലും ഇല്ലായ്മരെ അല്ലെങ്കിൽ വല്ലായ്മരെ യാതൊരു വക പ്രതീതിയും കാണാതെ എല്ലാം ഉള്ളത് വളരെ സന്തോഷത്തോടു കൂടി, വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, യാതൊരു അല്ലലില്ലാത്ത ഒരു ഉത്സവകാലം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു ഉത്സവകാലം മുമ്പേ പല സന്ദർഭങ്ങളിലും ഉത്സവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും എല്ലാം മറന്നുള്ള ഒരു ഉത്സവം നടക്കുന്നത് അടുത്ത കാലത്ത് ഇപ്പോഴാണ്. ഊരകത്തമ്മ തിരുവടി ഇവിടെ നിന്ന് തിരിച്ച് ചാത്തക്കുടം അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. ആർഭാടപൂർണമായ ഒരു യാത്രയാണ്. നമുക്കത് വീഡിയോയിലാക്കാം. നാളത്തെ ചടങ്ങ് കൂടി ഒരുമിച്ചൊരു വീഡിയോ ആക്കാം. പിടിക്കപ്പറമ്പിലെ പൂരത്തിൻ്റെ കാഴ്ചകൾ എന്നുള്ള നിലയ്ക്കാണ് വിചാരിച്ചത്. പക്ഷേ നാളത്തെ ചടങ്ങുകൾ തന്നെ ഒരുപാടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് ഒരു വീഡിയോ ആക്കി അവസാനിപ്പിക്കുകയാണ്. അമ്മ തിരുവടിയുടെ യാത്രകൾ, അതിൽ ഇറക്കിയെഴുന്നള്ളിപ്പൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ പാതി പ്രതിഷ്ഠം വെച്ച് മുഖമണ്ഡപത്തിൽ, നമസ്കാര മണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അമ്മ തിരുവടി
ആ പ്രാതിപ്രദക്ഷിണം പൂർത്തിയാക്കാതെയാണ് അതിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. പിടിക്കിപ്പറമ്പ് അമ്പലം മനോഹരമായ പറഞ്ഞ പോലെ തന്നെ അമ്പലമാണ്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് മേളക്കാഴ്ച കാണാം.